ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു സന്തോഷമാണ് ഇതെല്ലാം. ഞാൻ ഇതെൻ്റെ ഒരു കൊച്ചു സ്വപ്നമാണ് പറയുമ്പോൾ, പക്ഷേ വലിയ സ്വപ്നമാണ് എൻ്റെ. ഇത് ഒരു വീട്. ഇതാണ് എൻ്റെ വീട്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന, നമുക്കൊരു ചെറിയ വീട് ഉണ്ടായിരുന്നു, പക്ഷെ അത് വീടെന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയല്ല, അത് ഒരു ഒരു ഭൂമി, അതൊക്കെ ഒരു ഇതായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്ന് ഒരു കുണ്ടിൽ വലിയൊരു കുഴിക്കകത്ത് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ഇതൊക്കെയായിരുന്നു. അതൊക്കെ പിന്നെ മാറി. അത് വിറ്റിട്ട് പൈസ ഒന്നും കിട്ടിയില്ല. ചെറിയൊരു പൈസയാണ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അധ്വാനിച്ച് പണിയെടുത്ത് തന്നെ ഞാൻ ഈ വീട് ഉണ്ടാക്കിയതാണ്. ജോലി ചെയ്തതാണ്, കൂലിപ്പണി തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിയ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, കണ്ടോ. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് സന്തോഷിക്കാനുള്ളൊരു അവസരം കുറവാണ്. പൈസ ഇല്ല. നമ്മൾ ഒരാൾ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മളെ ആരും സഹായിക്കാനില്ല. ഒരവസരത്തിൽ എനിക്ക് സുഖമില്ലാതെയും ഒക്കെ കുറേ കാലം എനിക്ക് സുഖമില്ലാതെയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ തുടങ്ങിയത്. 10 രൂപ കിട്ടിയാൽ നല്ലതാണെന്ന് ഓർത്താണ് തുടങ്ങിയത്. പക്ഷേ ഒരു പൈസയും കിട്ടാൻ 5 വർഷവും കഴിഞ്ഞു, 6 വർഷമായി. ഇതുവരെ ഒരു പൈസയും കിട്ടിയില്ല. പക്ഷേ എൻ്റെ കുഴപ്പം തന്നെയായിരിക്കും. എനിക്കങ്ങനെ വീഡിയോ ഇടാനൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. എന്തെങ്കിലും ആട്ടെ, അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. കിട്ടിയാൽ കിട്ടട്ടെ. കിട്ടുന്നവരെ ഞാനിങ്ങനെയൊക്കെ ഇടും, വീഡിയോ ഇടും. പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് ഞാനിങ്ങോട്ട് 2 ദിവസമായിട്ട് ലീവായിട്ട് ഞാനിങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ വില്ലേജിലൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ പെൻഷൻ്റെ ഒക്കെ ഇതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ലീവാക്കി ഇറങ്ങിയതാണ്. 2 ദിവസത്തെ ലീവായാൽ നമുക്ക് 2 ദിവസത്തെ പൈസ ഉണ്ടാവില്ല. നമ്മൾ 2 ദിവസം ബുദ്ധിമുട്ടാണ്. എന്തായാലും വേണ്ടില്ല, ഞാൻ ലീവാക്കി 2 ദിവസം. ആ ലീവിൽ വന്നപ്പോഴാണ് ഞാൻ വീട് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട് ഇങ്ങനെ ഇടാറുണ്ട്. എൻ്റെ സന്തോഷമാണ്. ഇങ്ങനെ ഓരോ അപ്പോൾ കുഴൽക്കിണറൊക്കെ അടിച്ചിട്ടുണ്ട്. ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പൈസയൊന്നും നമുക്ക് എവിടുന്ന് തിരിയാനൊന്നുമില്ല. പൈസയേ ഇല്ല. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാൻ. അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ഒരു വീടില്ലെങ്കിൽ നമുക്കൊരിക്കലും ശരിയാവില്ല. എത്ര കാലം നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ. ജോലി ചെയ്യാനൊക്കെ പറ്റുമ്പോഴാണ് നമുക്ക് വാടക കൊടുക്കാൻ പറ്റുക. വാടക കൊടുക്കാതെ 2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം 2 ദിവസം തെറ്റിയാൽ അവർ പറയും വാടക വേഗം മാറി തന്നേര്, ഇനി വാടകയ്ക്ക് വീട് കൊടുക്കുന്നില്ല, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട്, പലതും പറയും അവർ, വീട്ടുടമസ്ഥർ. അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു വീട് വേണമെന്ന് ഭയങ്കര അതിയായ മോഹത്തിലാണ് ഞാൻ ഈ വീട് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന എല്ലാ പൈസയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എല്ലാ മാസവും മുടക്കും. എന്ന് വെച്ചാൽ ഒരുപാട് പൈസ കടം മേടിച്ചിട്ടാണ് ഇത്രയും വരെ എത്തിച്ചത് ഈ വീടിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആക്കിയെടുത്തത്. ഒക്കെ ഒരുപാട് കടമുണ്ട്. പറയുകയാണെങ്കിൽ ഒരു 8 ലക്ഷം രൂപേൻ്റെ കൂടുതൽ കടമാണ്. 8 ലക്ഷം രൂപ ശരിക്കും കടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറേ ചില്ലറ കടങ്ങളും കുറേ ഉണ്ട്. ഓരോ ആൾക്കാരുടെ സ്വർണം വാങ്ങി പണയം വെച്ചിട്ടും എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ നല്ലവണ്ണം പൈസ കൊണ്ടല്ലാതെ സ്വർണം ഇത് കൊണ്ടുപോയി നീ പണയം വെച്ചിട്ട് നിൻ്റെ എന്താ കാര്യങ്ങൾ നടക്ക്, കട്ടയിറക്ക്, അല്ലെങ്കിൽ നീ തറ കെട്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും എന്നെ സഹായിച്ചു. അവരോടൊക്കെ എനിക്ക് നന്ദി കടപ്പാടും.
അവർക്കൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഓടി അവിടെ എത്തും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇപ്പം തന്നെ ഈ കിണറിന് ഞാൻ കുഴൽക്കിണർ കുത്തിയപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച ഒരു അമ്മയുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ അമ്മയാണ്. ആ അമ്മ കുറേ വർഷം പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ഞാനൊരു ഇത് കൂടിയത്. എത്രയോ വർഷം എൻ്റെ ചെറുപ്പകാലം മുതൽ പുറകെ നടന്നാണ് 2016 അല്ല, അതൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു 5 വർഷം ആദ്യത്തെ ഒരു ഇത് കൂടിയത്. ഞാൻ ഓർക്കുന്നില്ലേ അങ്ങനെ കറക്റ്റ് പറയാൻ. അപ്പോൾ അത് കൂടി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചെറിയ പൈസ കിട്ടിയിട്ടുള്ളൂ. 5 വർഷം അടച്ചിട്ടും ചെറിയ പൈസയാണ് ഞാൻ അടച്ചുള്ളൂ. ചെറിയ പൈസ എനിക്ക് കിട്ടിയത്. അവരെന്നെ കുറച്ച് പൈസ സഹായിച്ചു കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ ഇത് കൊണ്ടുപോയി ഇട്ട് നിൻ്റെ കാര്യം നടത്തുക, പിന്നെ എനിക്ക് നീ ജോലി ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. 75-80 വയസ്സിൻ്റെ അടുത്തുള്ളൊരമ്മയാണ്. അവരും എന്നെ സഹായിച്ചു. അങ്ങനെയാണ് ഞാൻ കുഴൽക്കിണർ അവിടെ കുഴിച്ച് വെച്ചത്. എല്ലാത്തിനും നമ്മൾ കടമാണ് മേടിച്ച് ചെയ്തത്. ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മേലാത്ത കടമാണ്. നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടായതുകൊണ്ട് നമുക്കത് വിൽക്കാനും കഴിയുന്നില്ല, വിൽക്കാൻ മനസ്സ് വരുന്നില്ല. എന്തോരം കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നമ്മളത് തന്നെ ചെയ്യണം. വീട് പൂർത്തിയാക്കിയിട്ട് ഇതിൽ ഒരന്തി ഉറങ്ങണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കഷ്ടപ്പെടുന്നതും. സുഖമില്ല എന്ന് പറഞ്ഞാൽ വയറിലൊക്കെ പ്രശ്നമാണ്. ഷുഗറൊക്കെ അങ്ങ് തലയ്ക്ക് മേലെ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. ഷുഗറിനൊക്കെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ ചാമയരി അല്ലെങ്കിൽ ഒരു പിന്നെ ചോളപ്പൊടി, അങ്ങനത്തെ ഗോതമ്പ് നുറുക്ക്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ, പഞ്ചസാര ഒന്നും കഴിക്കാറില്ല. അതിൽ ഒരു മധുരമുള്ള സാധനമാണെങ്കിൽ ഞാനത് വേണ്ട വയ്ക്കും. പഴം പോലും കഴിക്കാറില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടും ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടാണുള്ളത്. എന്നാലും ജോലിക്ക് പോകുന്നുണ്ട്. പറ്റുമോ എന്നല്ല, നമ്മുടെ പറ്റുമോ ഇല്ലയോ, ശരീരത്തിന് പറ്റുമോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ക്ഷീണമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം, ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ഒരു കാര്യം തീരുമാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മനസ്സിലത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. എനിക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അക്ഷരത്തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും. പറയുന്ന വാക്കുകൾ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. ഞാൻ പണിക്ക് നിൽക്കുന്ന ഒരു വീട്ടിൽ ചേച്ചിയുണ്ട്. ചേച്ചി എപ്പോഴും പറയും ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. എന്തോ ഞാൻ മലയാളമല്ലായിരിക്കും പറയുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ ഞാൻ പറയുന്നു, ഈ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, അവർക്കത് മനസ്സിലാവുന്നില്ല. അവരത് അത്രയ്ക്ക് ഉൾക്കൊള്ളുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ വളർന്നു വന്ന കാലം മുതലേ ഞാൻ എല്ലാ കാര്യം ഇങ്ങനെ പറയുന്നതാണ് എല്ലാവരോടും. കടയിൽ പോയാലും അതുപോലെ തന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് ഈ കടയിൽ പലഹാരം ഉണ്ടാക്കുന്ന കുറേ പണിയുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. വയറിനൊക്കെ അങ്ങനെ ചൂടിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും കാര്യങ്ങളല്ല, പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഒരു സിനിമ എടുക്കാനുള്ള കഥ എൻ്റെ ജീവിതത്തിലുണ്ട്. അത്രയ്ക്കും അനുഭവങ്ങളും കഥകളുമായിട്ട് ഓരോ ദിവസവും ജീവിച്ചു വരുന്നതാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ പറയാൻ. ഇന്ന് എനിക്ക് ഓരോ കാര്യങ്ങളുണ്ട്. ബാങ്കിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ്. എനിക്ക് തലേന്ന് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തീരുമാനിക്കുന്ന കാര്യമില്ല, തലേന്ന് തീരുമാനിക്കുന്ന കാര്യമേ നടക്കില്ല ഒരിക്കലും. അന്നേരം എന്താണ്, അതാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ കേട്ടോ. എന്ത് കാര്യങ്ങളാണ് അന്നേരം ആ സ്പോട്ടിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നടക്കുക. അതിന് മുമ്പ് പറയുന്ന ഒരു കാര്യം നടക്കാറില്ല. ഞാനെപ്പോഴും ഹാപ്പിയാണ് കേട്ടോ, സന്തോഷമാണ്. ഇതെല്ലാം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ ഹാപ്പിയാണ്, സന്തോഷമാണ് എപ്പോഴും എനിക്ക്.
ഞാനെപ്പോഴും ഓരോ മൂളിപ്പാട്ടൊക്കെ പാടി പണിയൊക്കെ എടുക്കുമ്പോൾ എന്താ നമുക്ക് ബോറടിക്കും ചിലപ്പോഴല്ല, നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ബോറടിക്കുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും ഒക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, ഇറിറ്റേഷൻ വരുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഞാൻ എൻ്റെ മനസ്സ് ഒന്നെങ്കിൽ മൊബൈലിലൊരു പാട്ട് വെച്ച് കുറച്ച് നേരം കേൾക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ വെറുതെ മൂളിക്കൊണ്ട് നടക്കും, മൂളിപ്പാട്ടായിട്ട്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ലേ, എന്നാലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുക. ഏതെങ്കിലും പാട്ടിൻ്റെ തലയും വാലും ഒക്കെ കിട്ടും, അതൊക്കെ മൂളിക്കൊണ്ട് നടക്കുക. അങ്ങനെയൊക്കെ ഓരോ ദിവസം എൻ്റെ പോകുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്നത്? ഇങ്ങനെ തന്നെ സന്തോഷമായിട്ടല്ലേ എല്ലാവരും കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിയുക. എന്താണെന്നറിയാം, നമുക്ക് കിട്ടുന്ന ഒരു ദിവസം നമ്മൾ ദുഷ്ടതയും അല്ലെങ്കിൽ കുശുമ്പും മനസ്സിലൊരു ഇതുമില്ല. ഒരു മനുഷ്യനെ കണ്ടാലും ചിരിക്കില്ല, അത് മുഖം ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളോടൊക്കെ. അവർക്ക് അത് സാമ്പത്തികമുള്ള ഒരു ആൾക്കാരൊക്കെ ആയിരിക്കാം. അവരെയൊക്കെ ഉള്ളിലുള്ള അഹങ്കാരം ഉണ്ടാകുക എന്നൊക്കെ പറയില്ലേ, ചിലരങ്ങനെയാണ്. മിണ്ടില്ല, നമ്മളെ കണ്ടാലും ഒന്ന് ചിരിക്കാൻ ഒരു മുടക്കുമില്ല. ഇതൊരു കാര്യമാണ്. മലയാളം അറിയണ്ട, ഇംഗ്ലീഷ് അറിയണ്ട, തമിഴ് അറിയണ്ട, തെലുങ്ക് അറിയണ്ട, ഒരു ഭാഷ അറിയണ്ട, നമുക്കൊന്ന് ചിരിക്കാൻ ദൈവം തന്നിട്ടുള്ള ചുണ്ടും നമ്മുടെ വായും പല്ലും എല്ലാം ഉപയോഗപ്രദമാണ് അല്ലേ? ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും നമുക്ക് എന്തെങ്കിലും കടിച്ചു പൊട്ടിക്കാനും ഒക്കെ നമ്മുടെ പല്ല് ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഞാൻ നോക്കുമ്പോൾ നമ്മൾ കടിച്ചു പൊട്ടിച്ച് ജീവിക്കേണ്ട ഇതുകൊണ്ട് അല്ലാതെ ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഞാൻ എന്തെല്ലാം ഇത് പറഞ്ഞാലും, സങ്കടങ്ങൾ പറഞ്ഞാലും, നിങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെയാണ്. എൻ്റെ മനസ്സിനെ ഞാൻ ഇതുവരെയും ഞാൻ ഭദ്രമായിട്ട് വെക്കും. എൻ്റെ ഉള്ളിൽ എന്താ അറിയാമോ, ഞാൻ എന്തെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് തട്ടിയാൽ, നമുക്ക് എന്തെങ്കിലും നമ്മളോടിപ്പോൾ ഒരാൾ ഒരു ഇത് പറയുകയെന്ന് വിചാരിച്ചാൽ, ഒരു കുശുമ്പ്, നല്ലത് പറയില്ല എല്ലാവരും, കുശുമ്പ് പറഞ്ഞാൽ തന്നെ ഞാനതപ്പം തന്നെ അത് കളഞ്ഞേക്കും. അപ്പം തന്നെ ഞാൻ അതുകൊണ്ട് മാറിയിട്ടൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഞാൻ എൻ്റെ ജോലി എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നതും. അല്ലെങ്കിൽ എപ്പോഴും ഡൗൺ ആയിപ്പോയേനെ. അപ്പം അതൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.